ഈ പമ്പയിൽ അന്നദാന മണ്ഡപത്തിലേക്ക് ഈ ഗസ്റ്റുകൾക്ക് വരുമ്പോൾ താമസിക്കാൻ വേണ്ടി 150 കട്ടിൽ മേടിച്ചു. പക്ഷേ ആകെ 100 കട്ടിൽ അവിടെ എത്തിയിട്ടുള്ളൂ. 50 കട്ടിൽ കടലാസി മാത്രമേ. ഇതങ്ങനെ അങ്ങനെ ചെയ്യാനുള്ളത്. അല്ലെ പിന്നെ 150 കട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ കാശ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അപ്പൊ 150 കട്ടിൽ എന്ന് പറഞ്ഞിട്ട് 100 കട്ടിൽ വാങ്ങിച്ചാൽ 50 കട്ടിലിന്റെ കാശ് കട്ടെടുക്കാം. 4000 പേരെ പങ്കെടുത്ത് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട്. അത് ചിലപ്പോൾ 5000 പേരുടെ ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്നതാകാം. 4000 പേര് പങ്കെടുത്തുള്ള ഒരു കട്ടിലിന്റെ വില ഒന്നും പ്രത്യേകിച്ച് ഒരു കട്ടിലിന് 1,11,000 രൂപ. അത്രയും വലിയ കട്ടിൽ കിടക്കാൻ മാത്രമുള്ള VIP. അങ്ങനത്തെ കട്ടിലാണ് കിടക്കുന്നത്. അത്തരം VIP-യിലാണ് വരുന്നത്. ഇത് മൊത്തം ബിസിനസ്സും കച്ചവടമൊക്കെയാണുള്ള കൊള്ളയാണുള്ള അടിത്തറ എന്ന് പറയുന്നത്. എവിടെയൊക്കെ കാശ് കട്ടെടുക്കാനായിട്ടുള്ള സൗകര്യമുണ്ടോ അവിടെയൊക്കെ അത് കട്ടെടുക്കാനായിട്ട് നടക്കുന്ന ആളുകളാണ് നമ്മൾ റിയൽ എസ്റ്റേറ്റുകാരും കച്ചവടക്കാരും പ്രമാണിമാരുമായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇവരുടെ പരിപാടി ഇതാണ്. ഇത് ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന മാത്രമേ ഉള്ളൂ. അവരെവിടെ നടത്തുന്ന പരിപാടികളിലും ഇതേപോലെയുള്ള ധൂർത്തും കൊള്ളയുമാണോ ഉള്ളത്. ഇതിനകത്ത് പറയുന്നത് ഈ സ്പെഷ്യൽ ക്രിയേറ്റീവ് ആൻഡ് ആംബിയൻസ് വക 46 ലക്ഷം. അതെന്തിനാണെന്ന് വ്യക്തമല്ല. അതർ ഐറ്റംസ് എന്ന പേരിൽ 27.43 ലക്ഷം രൂപ. മാൻ പവർ ഇനത്തിൽ 16.67 ലക്ഷം. നമ്മൾ ഈ 10,000 രൂപ 27 രൂപ 250 രൂപ എന്നൊക്കെ പറയണമാതിരി ഇവർ 25 ലക്ഷം 15 ലക്ഷം പറയണ മാത്രമേ ഉള്ളൂ. കൊള്ളയടിക്കാൻ ഇതല്ലേ എളുപ്പമായിട്ടുള്ള മാർഗം. അതുകൊണ്ട് വാർത്തകൾ വന്നതോടുകൂടി എന്ത് ചെയ്യണം? ആദ്യം 10 കോടി രൂപ വരെ ചെലവ് വന്നു. പിന്നെ അത് വാർത്തകളുടെ ഞാൻ പറഞ്ഞത് ആരും ശരിയല്ല. മൊത്തം കൊള്ളമാണ് ഇതൊക്കെ. പത്രങ്ങൾ ഇങ്ങനെ കൊള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വാർത്ത കൊടുക്കുക. അതും കൊടുക്കണ്ട. ആരെങ്കിലും കൊടുക്കും, അവനെ അടിക്കും ഉടനെ 10 ലക്ഷം 10 കോടി കട്ടോട എന്ന് ചോദിച്ച് ഭയങ്കര ആഹ്ലാദം. ഒരു വാർത്ത പോലും ക്രോസ് ചെക്ക് ചെയ്ത് ശരിയായിട്ടുള്ളതാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാതെ അച്ചടിക്കുന്നതായിട്ട് മാധ്യമങ്ങളാണ്, അതേപോലെ തന്നെ ടെലിവിഷനുകളുമാണ് നമ്മുടെ സമൂഹത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നുണകളൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ സത്യമാക്കി മാറ്റാൻ വേണ്ടി ഇവരുടെ പ്രവർത്തനങ്ങൾ സഹായകരമാണ്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പലഘട്ടവും സംസാരിച്ചത്. ഇവർ പോയി കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? കണ്ട ആളുകളെ കൊടുക്കുന്നതായിട്ടുള്ള കണക്കുകളൊക്കെ അവതരിപ്പിക്കലും അതേപോലെ തന്നെ ആളുകളെ പറ്റിക്കലുമാണ് പത്രങ്ങളുടെയും ടെലിവിഷൻ്റെയും ജോലി. അപ്പോൾ ദിവസവും നമ്മൾ ഇവന്മാരെ ഇങ്ങനെ വിളമ്പുന്ന സാധനങ്ങൾ വെച്ച് ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ പറയുന്നത് പൊതുവെ ഇത്തരം പരിപാടികൾ തന്നെയെന്ന് പറയുന്നത് ധൂർത്തും കൊള്ളയും നടക്കുന്ന പരിപാടികളാണ്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭരണപ്രതിപക്ഷം നിങ്ങൾ വാദപ്രതിവാദം നടത്തേണ്ട ആവശ്യമില്ല. ഞങ്ങളാണ് നിങ്ങളുടെ കാലത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കൊള്ള നടത്തിയത് എന്ന് സ്ഥാപിക്കൽ മാത്രമാണ് അവർക്ക് ചെയ്യാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.